മലബാറിലേക്കാണ്. മലബാറിൽ നിന്നുള്ള വാർത്തകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി വെങ്കി. ഗുഡ് മോർണിംഗ്. എവിടെയാ, ബീച്ച് പരിസരമാണോ? അതെ അതെ, ബീച്ചാണ്. ബീച്ചിൽ ഒരു ചെറിയൊരു മൃഗശാലയുണ്ട്. അംഗീകൃത മൃഗശാലയൊന്നും അല്ല, എന്നാലും രാവിലെ വന്നപ്പോൾ ഒന്ന് കാണിക്കാൻ ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ പശുവുണ്ട്, കുറേ തെരുവുനായുണ്ട്, കുറേ കാക്കയുണ്ട്. അങ്ങനെ ഈ ബീച്ചിന്റെ വെള്ളയിൽ ഭാഗത്തുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഈ ബീച്ചിൽ സവാരിക്ക് കൊണ്ടുവരുന്ന കുതിരയും ഒട്ടകമൊക്കെ തന്നെയാണ്. ഇത് കാണാനും ഒരു രസമാണല്ലോ. സാധാരണ ഇവിടെ ഒരു ലയൺസ് പാർക്ക് ഉണ്ട്, അത് പൊട്ടിപ്പോയ പാർക്കാണ്. നമ്മൾ പറയാറുണ്ട് ഒട്ടകം ഇവിടെ തന്നെ താമസിക്കുന്ന ഒട്ടകമാണ്. ഇത് മാസങ്ങളായിട്ട് ഇവിടെ വന്ന ഒട്ടകം കുതിരയാണ്. ഇവിടെ ബീച്ചിൽ സവാരിക്ക് വേണ്ടി കൊണ്ടുവന്ന ഉത്തരേന്ത്യയിൽ നിന്ന് കണ്ട് കൊണ്ടുവന്ന ഒട്ടകമാണ്. ഇവിടെ രാത്രി കെട്ടിയിടും, പകലും വൈകുന്നേരമൊക്കെ തന്നെ ആളുകൾ വരും, അതിന് മുകളിൽ കയറി യാത്ര നടത്തുന്നു. അങ്ങനെ ബീച്ച് സവാരിക്ക് കൊണ്ടുവന്ന ഒട്ടകം കുതിരയാണ്. അതിനിടയിൽ 2 പശുക്കളും വന്ന് കിടപ്പുണ്ട്. ഒരു രസമുള്ള കാഴ്ചയാണ്. രാവിലെ മുതൽ തന്നെ ഒട്ടകം കുതിരയൊക്കെ തന്നെ സവാരിക്ക് വേണ്ടി റെഡിയാവുകയാണ്. ഈ സിനോജ് രാവിലെ റെഡിയാവുമ്പോൾ തന്നെ അറിയാമായിരുന്നു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവുമെന്ന്. പക്ഷേ ഇതുപോലെ ആവുമെന്ന് കരുതിയില്ല. എന്തായാലും ആ ഒട്ടകങ്ങളോട് കുതിരകളോടൊക്കെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമുക്കങ്ങ് തുടങ്ങാം. ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. അത് മറ്റൊരു കാര്യം. എന്താ പറഞ്ഞു വന്നത്? അതെ അതെ റോഷ്നി, അത് ഗുഡ് മോർണിംഗ് പറയണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒട്ടകത്തെ കാണിച്ച സുഹേർ ഫൈസി വിജയ്, ഈ ഒട്ടകത്തോട് ഞാൻ അങ്ങനെ ഗുഡ് മോർണിംഗ് പറയാം. നല്ല പോത്ത് പോലെ കടന്നുറങ്ങുന്ന ഒട്ടകത്തിന് അറിയാം ഇന്ന് ഞായറാഴ്ചയാണെന്ന്. കണ്ടു നോക്കൂ. അതെ അതെ, സൺഡേ ഹോളിഡേ ഫീൽ. ഇതൊക്കെയാണ് ആളുകൾ വന്നിട്ടുണ്ട്. രാവിലെ മുതലേ കളിക്കാൻ വരുന്ന ആളുകളാണ്. ഒട്ടകത്തെ ആസ്വദിക്കുക കൂടി ചെയ്യുകയാണ്. തല പൊന്തിച്ച് നോക്കിയതാ ആരാ എന്റെ വിഷലെടുക്കുന്നേന്ന്. നമ്മൾക്ക് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ വരാം കേട്ടോ. ഒട്ടകം അവിടെ ഉറങ്ങട്ടെ. അത് എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനം അതിപ്പോ വലിയ ചർച്ചയായിട്ടുണ്ട്. പഞ്ചായത്തിനെതിരെ വനം വകുപ്പ് രംഗത്തെത്തിയെങ്കിലും തീരുമാനത്തിൽ കർഷകരുടെ പിന്തുണയുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് സ്വതന്ത്ര കർഷക സംഘടനയായ കിഫ ചക്കട്ടപ്പാറയിൽ വൈകുന്നേരം 4:30 ഒരു സമരപഥം എന്ന പേരിൽ ഒരു സമര പരിപാടി വനംവകുപ്പിനെതിരെ നടത്തുന്നുണ്ട്. ആ പരിപാടിയിൽ വെച്ച് ഈ തീരുമാനമെടുത്ത ചക്കട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ മെമ്പർമാരും ആദരിക്കുന്നുണ്ട്. അതൊരു വെറൈറ്റി പരിപാടിയായിരിക്കും. പക്ഷേ ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് മന്ത്രി AK ശശീന്ദ്രൻ തന്നെ പറഞ്ഞത്. വനംവകുപ്പ് കർശന നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ തീരുമാനത്തോട് മലയോര ജനതയിലെ കർഷകർ പൂർണ്ണ പിന്തുണയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ തീരുമാനം എടുത്തെന്ന് കരുതിക്കൊണ്ട് തോക്കെടുത്ത് ആരും നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ ഇതുവരെ വെടിവെച്ച് കൊന്നിട്ടില്ല. കാട്ടുപന്നികളെ മാത്രമേ കൊന്നിട്ടുള്ളൂ. അങ്ങനെ കൊന്നാൽ അതിൻ്റെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി തന്നെയാണ്. അത് കോടതി കയറേണ്ടി വരും. പക്ഷേ ഇതൊരു പ്രതിഷേധ സൂചന കൂടിയാണ് ഈ പഞ്ചായത്ത് നൽകുന്നത്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. പ്രസിഡന്റ് CPM-ന്റെ പ്രസിഡന്റാണ്. അതാണ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. ആര് ഭരിച്ചാലും അത് നിയമത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിൽ വനംവകുപ്പ് കർശന നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു. പക്ഷേ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ചക്കട്ടപ്പാറ പഞ്ചായത്ത് പറയുന്നത്. ആ ഘട്ടത്തിലാണ് വിവിധ കർഷക സംഘടനകൾ പിന്തുണ അറിയിച്ചുകൊണ്ട് ചക്കട്ടപ്പാറയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. റോഷ്നി, യെസ് സിനോജ്, മറ്റൊന്ന് മലപ്പുറം കാട്ടുങ്ങളിലെ സ്വർണ്ണ കവർച്ച. അപ്പോൾ അതിലെ പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? മാത്രമല്ല ഈ കവർച്ച ഒരു നാടകമാണെന്നൊക്കെ ഒരു പോലീസ് കണ്ടെത്തലുണ്ടല്ലോ സിനോജ്. വെങ്കി, അത് കവർച്ചയല്ല, അത് ശരിക്കും ഒരു നാടകമാണ്. ഒരു 75 പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 67,600 ചില്ലറ രൂപയാണ് ഒരു പവന്റെ വില. അങ്ങനെ കണക്കാക്കൽ ഒരു 50 ലക്ഷത്തോളം രൂപയുടെ മുതലാണ് അവരൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത്. ശിവേഷിന്റെ സഹോദരൻ കൂടിയായ ബെൻസ് ഇവർ പ്ലാൻ ചെയ്ത് നടത്തിയ കവർച്ച നാടകമാണെന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ. സ്വർണ്ണക്കടകളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോയ സ്വർണ്ണമാണ് സ്കൂട്ടറിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അതിനൊരു കഥ പോലീസിനോട് പറഞ്ഞത്, ഈ ശിവേഷും സുകുമാരനും സ്കൂട്ടറിൽ വന്ന ഒരു കടയിലേക്ക് കയറാൻ വേണ്ടി സുകുമാരൻ പോയ സമയത്ത് വേറെ ബൈക്കിലെത്തി 2 അംഗ സംഘം ഈ സ്കൂട്ടർ ചവിട്ടിയിട്ട് സ്കൂട്ടറിൽ തൂക്കിയിട്ട് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസ് അവിടെയുള്ള CCTVകളും മറ്റും പരിശോധിച്ചപ്പോൾ തന്നെ അതിലൊരു സംശയം തോന്നി. അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്ത ഒരു കവർച്ചയാണെന്ന് മനസ്സിലായത്. ഏതായാലും പോലീസ് അന്വേഷിച്ച് വരുന്നു, ഇരുവരും ചോദ്യം ചെയ്തു വരുന്നു, അറസ്റ്റിലേക്ക് ഉടൻ കടക്കുകയും ചെയ്യും. വെങ്കി, ശരിയാ. എന്തായാലും ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സ്വർണമൊക്കെ മോഷ്ടിക്കുന്ന കള്ളന്മാരുടെ എണ്ണവും കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് ചിലരൊക്കെ പറയും.